നമസ്കാരം. ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. അശ്ലീല സന്ദേശ വിവാദത്തിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചേക്കും. രാജിവെക്കാൻ രാഹുലിനോട് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. ആരോപണങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം വെട്ടിലായതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ നിർദ്ദേശം നൽകിയത്. വൈകിട്ടോടെ രാജിയുണ്ടാകുമെന്നാണ് സൂചന. അശ്ലീല സന്ദേശ വിവാദത്തിൽ AICC ഇടപെട്ടിരുന്നു. പരാതികൾ അന്വേഷിക്കാൻ KPCCക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഹൈക്കമാൻഡിന് ലഭിച്ച ചില പരാതികൾ KPCCക്ക് കൈമാറിയതായും സൂചനയുണ്ട്. പുനഃസംഘടനയ്ക്കൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാനുള്ള നീക്കം കൂടിയാണ് നിലവിൽ നടത്തുന്നത്. എന്നാൽ MLA സ്ഥാനത്ത് തുടരും. അടുത്ത തിരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കാനും ആലോചനയുണ്ട്. പാലിയേറ്റീവ് പരിചരണ സംഘടനയുടെ സംഭാവന പെട്ടി പട്ടാപ്പകൽ മോഷ്ടിച്ചു. പൊന്നേർകുളം കൂട്ടായ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ ധനശേഖരണാർത്ഥം വടക്കേകാട് 4-ാം കല്ലിലുള്ള ലൈഫ് ലൈൻ ക്ലിനിക്കിൽ വെച്ചിരുന്ന പെട്ടിയാണ് മോഷ്ടിച്ചത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സ്ഥാപനത്തിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ജീവനക്കാരി കമ്പ്യൂട്ടറിൽ നോക്കുന്ന തക്കം നോക്കി മോഷ്ടാവ് സംഭാവന പെട്ടി വിദഗ്ധമായി കവരുന്നതാണ് ദൃശ്യത്തിലുള്ളത്. സംഭവത്തിൽ കൂട്ടായ്മ ഭാരവാഹി മുഹമ്മദ് അലി വടക്കേകാട് പോലീസിൽ പരാതി നൽകി. ദേശീയ നഗര ശുചിത്വ സർവേയിൽ മികച്ച മുന്നേറ്റം നടത്തിയ നഗരസഭകളെ സംസ്ഥാന തലത്തിൽ ആദരിച്ച ശുചിത്വഭേരിയിൽ ഗുരുവായൂർ നഗരസഭയ്ക്ക് ആദരവ്. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങ് തദ്ദേശ മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ നഗര ശുചിത്വ സർവേയിൽ ആദ്യ 100 റാങ്കിൽ കേരളത്തിൽ നിന്ന് ഇടം പിടിച്ച 8 നഗരങ്ങളിലൊന്ന് ഗുരുവായൂർ നഗരസഭയായിരുന്നു. കൂടാതെ സംസ്ഥാനത്ത് ആദ്യമായി 23 നഗരസഭകൾക്ക് ഗാർബേജ് ഫ്രീ സിറ്റി സ്റ്റാർ റേറ്റിംഗ് പദവി ലഭിച്ചതിലും ഗുരുവായൂർ ഉൾപ്പെട്ടിരുന്നു. സംസ്ഥാനത്താകെ 3 നഗരസഭകൾക്ക് ODF++ ലഭിച്ചപ്പോൾ അതിലൊന്ന് ഗുരുവായൂരായിരുന്നു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ AM ഷഫീർ, ശൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ, ക്ലീൻ സിറ്റി മാനേജർ അശോക് കുമാർ, മുൻ ക്ലീൻ സിറ്റി മാനേജർ KS ലക്ഷ്മണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഹർഷിത്, രാഖി എന്നിവർ ചേർന്ന് മന്ത്രിയിൽ നിന്ന് ഉപഹാരം ഏറ്റുവാങ്ങി. ചടങ്ങിൽ ഹരിതമിത്രം ആപ്ലിക്കേഷന്റെ പുതിയ പതിപ്പായ ഹരിതമിത്രം 2.0 ഔദ്യോഗിക ലോഞ്ചിങ്ങും തദ്ദേശ സ്ഥാപനങ്ങളുടെ ശുചിത്വ ഗ്രേഡിംഗ് ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ചാലിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധിയുടെ ജന്മദിനത്തിൽ സദ്ഭാവന ദിനാചരണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് PV ഉമർ മൗലവിയുടെ അധ്യക്ഷതയിൽ KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി K ബാബു നാസർ, തൃത്താല നിയോജക മണ്ഡലം UDF ചെയർമാൻ TK സുനിൽകുമാർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിമാരായ ഗോപിനാഥ് പാലഞ്ചേരി, ഹാഷിം അച്ചാരത്ത്, PA നൌഷാദ്, ജലീൽ നരിക്കാട്ടിൽ, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ പ്രദീപ് ചെറുവാശ്ശേരി, CV മണികണ്ഠൻ, പത്മിനി, INTUC പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. വേലൂർ കുറുമാൽ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ 29ാം വാർഷിക പൊതുയോഗം ചേർന്നു. സംഘം പ്രസിഡന്റ് KA മോഹനന്റെ അധ്യക്ഷതയിൽ ഡയറി ഫാം ഇൻസ്ട്രക്ടർ ജിഷ മുഖ്യാതിഥിയായി. സംഘം സെക്രട്ടറി PP ബിജു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൂടുതൽ പാൽ അളന്ന ജനറൽ, വനിത, പട്ടികജാതി പട്ടികവർഗം എന്നീ വിഭാഗങ്ങളിലെ ക്ഷീര കർഷകരെ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. ബോർഡംഗം PP സന്തോഷ്, മറ്റ് ക്ഷീരസംഘം അംഗങ്ങളും പങ്കെടുത്തു. തൃശൂർ അതിരൂപത പിതൃവേദിക്ക് പുതിയ നേതൃത്വം. ഫാമിലി അപ്പോസ്റ്റലേറ്റിൽ ചേർന്ന അതിരൂപത ജനറൽ ബോഡി യോഗത്തിൽ 2025-28 കാലയളവിലേക്കുള്ള അതിരൂപത പിതൃവേദി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. PT ജോസഫ് പ്രസിഡന്റ്, ജോബി ഫ്രാൻസിസ് സെക്രട്ടറി, ഷാജു T വർഗീസ് ട്രഷറർ, OK ജസ്റ്റിൻ വൈസ് പ്രസിഡന്റ്, നെൽസൺ തോലത്ത് ജോയിന്റ് സെക്രട്ടറി എന്നിവരാണ് പുതിയ ഭാരവാഹികൾ. ചരമം. എയ്യാൽ ഒറുവിൽ കുഞ്ഞിമോൻ നിര്യാതനായി. 98 വയസ്സായിരുന്നു. ഖബറടക്കം എയ്യാൽ ജുമാ മസ്ജിദ് പള്ളി ഖബർസ്ഥാനിൽ നടത്തി. പരേതയായ കുഞ്ഞിമോളാണ് ഭാര്യ. അബ്ബാസ്, അബ്ദുൽ ഖാദർ, ബുഷറ എന്നിവർ മക്കളാണ്. എളവള്ളി കടവിൽ കൊട്ടുക്കൽ രവീന്ദ്രൻ നിര്യാതനായി. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30 എളവള്ളി പഞ്ചായത്ത് വാതക ശ്മശാനത്തിൽ നടത്തും. പ്രസന്നകുമാരി ഭാര്യയും ശ്രീധ, ശ്രീധി എന്നിവർ മക്കളുമാണ്. ഇതോടെ ന്യൂസ് അറ്റ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.